നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും, നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. മേ ബി ആ പേഴ്സണ് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. മേ ബി അത് നിങ്ങളോടൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണുമായിട്ടായിരിക്കാം. ഒത്തിരി ഇമോഷണലി ഹേർട്ട് ആയിട്ടുള്ളൊരു സമയമാണ് അവർക്കിത്. ഇത്തരം ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ, അവരുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ. മാത്രം സ്ട്രഗിൾസ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും അവർ പുറമെ വളരെയധികം സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതികളായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചില വ്യക്തികളെങ്കിലും ഫോറസ്റ്റിലൂടെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഒരുപാട് വൈൽഡ് ലൈഫ് ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ്. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ പെറ്റ് ആനിമൽസ് അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാണ്, എസ്പെഷ്യലി ക്യാറ്റ്സ്. എത്ര വിഷമഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ അതൊരിക്കലും അവരുടെ വിഷമങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. അവരുടെ ലൈഫിനെ നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വ്യക്തികളാണ്. അതായത് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ഐഡിയാസ്, അവർക്ക് ഒരുപാട് ഗോൾസ് അവരുടെ ലൈഫിലുള്ള ഒരു വ്യക്തിയാണ്. മേ ബി ചിലർക്കെങ്കിലും ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെ ആയിരിക്കാം. കാരണം അവർ നിങ്ങളുടെ റിയൽ വാല്യൂ മനസ്സിലാക്കുന്ന, ചിലർക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, ഒരു റിയൽ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ചിലർക്കെങ്കിലും. നിങ്ങളുമായിട്ട് നേരത്തെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയും ചിലർക്ക് കാണുന്നുണ്ട്. അവർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ട് അവർ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത്. പേഴ്സൺ ഒത്തിരി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയായിരുന്നാലും ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ബ്ലോസമിങ് അബണ്ടൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസായിട്ട് ഏതൊരു വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം എന്ന്, ഇപ്പോൾ സിംഗിൾസിൻ്റെ കാര്യമാണ്, ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തിയെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് യൂണിവേഴ്സ് മെസ്സേജ് തരുന്നത്. നിങ്ങൾ തമ്മിൽ ഒത്തിരി സോൾ കണക്ഷൻസ് ഉണ്ട്. മേ ബി ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങളിൽ ഒരാൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മറ്റൊരാൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് സ്ട്രഗിൾസിനിടയിലും അവർ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ കണ്ടെത്തിയ പേഴ്സണാണ് ഒരാൾ. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് കാര്യമാണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്, ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഏത് തരത്തിലുള്ള വ്യക്തിയാണ്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റി നിങ്ങൾ എന്തൊക്കെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിനെ യൂണിവേഴ്സ് ആ ഒരു കാര്യത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. എബ്രോഡായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. എന്നാൽ ചിലർക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴി ഉണ്ടായതായിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഫിസിക്കലി ഒരുപാട് അട്രാക്ഷൻ ഉള്ളൊരു പേഴ്സണാണ്. അവരുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. അവരുടെ ഹെയർ എസ്പെഷ്യലി നല്ല പ്യുവർ ബ്ലാക്ക് അല്ലായിരിക്കാം. ഒത്തിരി ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. മെയിലാണെങ്കിലും അവർക്ക് സാധാരണയിൽ കൂടുതൽ ഹെയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഒരുപാട് നിങ്ങളെക്കാളും ഉയരങ്ങളിൽ നിൽക്കുന്നൊരു പേഴ്സണാണ്. ഒത്തിരി റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എന്നിരുന്നാലും ചിലർക്കെങ്കിലും ഇത് നേരത്തെയുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റോം വാർണിംഗ് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പാണ് ഇതെങ്കിൽ ഇതിന് മേ ബി എന്തെങ്കിലും കാസ്റ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ ഒരേ കാസ്റ്റ് അല്ലാത്ത ഒരു പ്രശ്നം, ഒരേ റിലീജിയൻ അല്ലാത്ത പ്രശ്നം ഇതിൽ കാണുന്നുണ്ട് ചിലർക്ക്.
നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് വരുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം കെയറിങ് കണക്ഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ചിലർക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയായിരിക്കാം. അവർക്ക് അവരുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്. ആ വ്യക്തികൾക്കാണെങ്കിലും അവരുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്ത് വരുന്ന ലവിന് ഏഞ്ചൽസിൻ്റെ ഒത്തിരി സപ്പോർട്ട് ഉണ്ട്. ഇനി ന്യൂ ലവ് ആണ് അല്ലെങ്കിൽ സിംഗിൾസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന സ്നേഹബന്ധം അവരുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്.